ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും പോലെ തന്നെ അപ്പോൾ ഇന്നും ക്ലീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ മേലെ വന്നിട്ട് 2 റൂമും ഒക്കെ ജനലും കാര്യങ്ങളൊക്കെ തുടച്ച് തട്ടി കൊട്ടി അടിച്ചൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മോളും കുട്ടിയും വന്നു. പിന്നെ ഞാൻ അതിന് നിന്നില്ല. അപ്പം പിന്നെ ഈ ആഴ്ചയാണ് എനിക്ക് ഒഴിവ് കിട്ടിയത് കേട്ടോ. അപ്പം മേലെ എല്ലാ ഭാഗങ്ങളും ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഇടാമെന്ന് വെച്ചിട്ട് കയറി വന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലീനിങ്ങിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പം മോള് വന്നിട്ട് അവിടെ ഇപ്പോൾ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളും ഫാൻസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഇത് ഒരു ചെറിയ ബിസിനസ് കാരണം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ അതൊന്നും ഇല്ലാതായി. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കേട്ടോ ആ റൂമിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് പഠിപ്പിലൊക്കെ കുറച്ച് മെച്ചം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിപ്പിലൊക്കെ ഇപ്പോൾ നല്ല ശ്രദ്ധിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് വന്നിട്ട് ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് പൊടി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. നല്ല പൊടി, ജനലിലൊക്കെ നല്ല പൊടിയാണ്. നമ്മൾ തുടക്കാനങ്ങോട്ട് നിന്ന് കഴിഞ്ഞാലുള്ളൂ പൊടിയുള്ളതൊക്കെ അറിയട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിമൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ഓളെ റൂം ഉടനെ ക്ലീൻ ആക്കിക്കോളാം, എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ കയറി വന്നിട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം ഒന്ന് അടക്കിപ്പെറുക്കി വെക്ക്, ബാക്കി തുടക്കലും ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ പൈസ കിട്ടിയതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ റൂമിക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് സെറ്റായി കിട്ടുമ്പോൾ തന്നെ ഒരുപാട് പണിയല്ല. അപ്പോൾ ഞാൻ തന്നെ അവിടെ സ്ഥിരം തയ്ച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ തയ്ക്കാനേ ഒന്നും കിട്ടുന്നുമില്ല, തയ്ക്കാൻ പറ്റുന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണല്ലോ ഒരു പുതിയ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇനി പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങട്ടെ. പിന്നെ എന്തായാലും അതിന് നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പണി ക്ലീനിങ്ങും തുടക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം പിന്നെ നമ്മൾ ഞായറാഴ്ച സിമ്പിളായിട്ടാണ് ഉച്ചക്കൊക്കെ ഉണ്ടാക്കല്. അപ്പോൾ രാവിലെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമ്മൾ മേലെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ ഉമ്മയും ഉപ്പയൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് പക്കവട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കടലമാവ് വീട്ടിൽ പക്കവട ഉണ്ടാക്കുകയാണെങ്കിൽ മൈദ അധികം കടലമാവ് ഇടില്ല, അപ്പോൾ കടലമാവ് മാത്രം ഇട്ടിട്ട് നമുക്ക് പക്കവട ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് നേരം കിട്ടിയതുമില്ല. അവർ വന്നപ്പോൾ തന്നെ കടയൊക്കെ അടച്ച് വന്നപ്പോഴേക്കിന് വൈകുന്നേരം 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണമൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഏതായാലും ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം മാവ് കൂട്ടിയേക്കാന്ന് വെച്ചിട്ട് അതിനുള്ള പണിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചിയൊക്കെ ഇതിൽ തന്നെ ഇട്ടു കേട്ടോ, ചോപ്പറിൽ തന്നെ ഇട്ടു. ഇഞ്ചിയും പച്ചമുളക് ഉള്ളി എല്ലാം അതിൽ തന്നെ ഇട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കടലമാവ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ അരിമാവിൻ്റെ കുറച്ച് കലക്കി വെച്ചതും കൂടി ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 കിലോൻ്റെ പാക്കറ്റ് കടലമാവാണ്, അതങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വല്ല പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തതുണ്ട്. അല്ലെങ്കിൽ കടലേൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നുമില്ല കേട്ടോ, നല്ല നീറ്റായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാവിലേക്ക് കുറച്ച് ഉപ്പ് അപ്പോൾ സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിക്ക് കടലമാവുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പൊടി ഇല്ലാത്ത കാരണം രാവിലേക്ക് ദോശക്ക് എടുത്ത മാവ്, ദോശമാവല്ല, നമ്മൾ വെറുതെ പച്ചരി ആട്ടിയിട്ട് ചുടുന്ന ഒരപ്പം ഉണ്ടല്ലോ, വെള്ളപ്പം, അതിൻ്റെ മാവാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്, വെറും അരിമാവ് തന്നെ. അപ്പോൾ അതും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പം നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയുടെ നീരും കുറച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കൂട്ടി നല്ലൊന്ന് കുഴച്ച് നോക്കിയിട്ട് ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആവശ്യത്തിന് അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് കലക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സ്പൂണ് വെച്ചിട്ട് ഇളക്കിയിട്ട് ഇങ്ങോട്ട് മാവ് സെറ്റാകുന്നില്ല. പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ മഞ്ഞളുടെ കളറും കടലപ്പൊടിയുടെ കളറും കൂടി ആയിട്ട് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന്
കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ. അപ്പോൾ പക്കവട മാവൊക്കെ ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കുറേ ദിവസം മുന്നേ ചക്കപ്പൊരി ഉണ്ടാക്കിയിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചാണ് ഉപ്പൊക്കെ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വരാൻ ലേറ്റായതാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു തണുത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുത്തിട്ടു. അപ്പോൾ നമുക്ക് പക്കവട മാവ് നല്ല പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ കുറച്ച് കട്ടിയുള്ളത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. സ്പൂണിൽ ഇടുകയാണെങ്കിൽ നമ്മൾ സ്പൂണിലെപ്പോൾ നമ്മൾ പക്കവടക്ക് മാവ് എടുത്തിട്ട് ഇടുകയാണെങ്കിലും അങ്ങ് പരന്ന് പോകും കേട്ടോ. അതുകൊണ്ട് മാവ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൈയൊന്ന് നനച്ചിട്ട് മാവ് എടുത്ത് ഇടുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ പക്കവട നല്ല വെന്ത് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കോരിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റതും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം മാവ് ബാക്കിയുള്ളതും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം ചോറിട്ട പണിയൊക്കെ നോക്കാനായിട്ട് കേട്ടോ. അത് ഞാൻ രാവിലെ വെച്ചിരുന്നു. ചോറ് ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരുപാട് ചോറ് ബാലൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് തീരണം എന്നുള്ളൊരു മട്ടിലുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തടി വല്ലാതെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോൾ നമ്മൾ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇല്ലെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. രാവിലെ നമ്മൾ രാവിലത്തെ കടിയൊക്കെ തിന്നിട്ട് അതുകൊണ്ട് ചോറ് തിന്നൽ കുറച്ച് കമ്മിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറൊക്കെ വൈകുന്നേരമാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ നമ്മുടെ പക്കവടയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.